നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ ഫലസ്തീനെ പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഫലസ്തീനികളൊക്കെ ഖുറാൻ ഓതുമ്പോൾ ഭയങ്കര ഖുറാനെ പറ്റി പറയുമ്പോഴൊക്കെ ഭയങ്കര വൈകാരികമാവുന്നുണ്ട്, ഭയങ്കര ഇമോഷൻ. സാധാരണ ഖുറാൻ ഓതുമ്പോൾ നമ്മൾ ഈ സ്വഹാബിമാരുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അവരിങ്ങനെ കരയുക, ഓരോ ആയത്തുകളൊക്കെ ഓതുമ്പോൾ അവർ വല്ലാണ്ട് മനസ്സിൽ കൊള്ളുക. പക്ഷെ പലപ്പോഴായിട്ടും ഇപ്പൊ നമ്മൾ പറയാൻ നമുക്ക് പോലും ഖുറാൻ ഓതുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യല്ലേ. ഇപ്പൊ ഖുറാൻ ഓതുമ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യണം, ഇമോഷൻ വരണമെന്നൊക്കെ പറയുമ്പോൾ പോലും അതെങ്ങനെ ശരിക്കും സംഭവിക്കുക? അങ്ങനെ നമ്മള് ഇപ്പോൾ സാധാരണ ആളുകൾ പറയും ഇപ്പോൾ ഖുർആൻ അറബി ഭാഷയിലാണ്. അപ്പം നമ്മളിപ്പോൾ അത് വായിച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാകാത്തിടത്തോളം കാലം നമുക്കത് പ്രത്യേകിച്ച് ഫീൽ ചെയ്യില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ പോലും ഖുർആൻ അർത്ഥം അറിയാതെ വായിച്ചാൽ അതിന് പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. വെറുതെ അതിന് ഓതുന്നു അല്ലേ? കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫീലൊന്നും ഉണ്ടാവില്ല. റസൂല് പറഞ്ഞ പ്രതിഫലവുമായി ബന്ധപ്പെട്ട സംഗതികൾ അത് അർത്ഥം അറിയുന്ന ആളുകൾക്കുള്ളതാണ് എന്ന് സാധാരണ പറയും. പക്ഷെ ശരിയല്ല അത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഖുർആൻ പാരായണം കേൾക്കുക, നമുക്കൊരു അർത്ഥം അറിയില്ല നോക്കുക. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഫീല് കിട്ടും ശരിക്ക്. ചില പാരായണം കേൾക്കുമ്പോൾ ചില പാരായണങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് ഫീല് കിട്ടും. ഇനി ഭാഷ അറിയില്ല നോക്കുക. പക്ഷെ ഇത് ശരിക്ക് ഇതിൻ്റെ പിന്നിലുള്ള ആളോടുള്ള നമ്മുടെ ബന്ധമാണ് ശരിക്ക് അതിനോടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. ഖുർആനോടുള്ള ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ബന്ധമാണ്. അള്ളാഹുവിനോട് നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, താല്പര്യമൊന്നുമില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു വിശ്വാസി, ഒരു മുസ്ലിമായിട്ട് നടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫീലൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അള്ളാഹുവിനോട് വലിയ ഇഷ്ടമാണെങ്കിൽ ഇത് ശരിക്ക് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കും. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഒരു 10-25 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരവസ്ഥ. അന്ന് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ, അവരുടെ ഭർത്താക്കന്മാർ ഗൾഫിലാണ്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, മൊബൈലില്ല, അതല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അന്നത്തെ ആകെ അവർ പരസ്പരം കണക്ട് ചെയ്തിരുന്ന ഒരു സാധനം കത്തായിരുന്നു. അതായത് ഭർത്താവ് കത്ത് എഴുതും, ഇവിടെ ഭാര്യ കത്ത് വായിക്കും. ചിലപ്പോൾ ഭാര്യ, മിക്കവാറും സ്ത്രീകളൊന്നും അക്കാലത്ത് വായിക്കാൻ പോലും അറിയാത്ത ആളുകളാണ്. പക്ഷെ ആ ഒരു കത്തിനോടുള്ള സമീപനം ശരിക്ക് ഇപ്പം അന്ന് പോസ്റ്റ്മാനെ തെരഞ്ഞെടുക്കും ഇവര്. എന്നിട്ട് പോസ്റ്റ്മാനോട് ചോദിക്കും വല്ല കത്തുണ്ടോ എന്ന് ചോദിക്കും. കത്തുണ്ടാവില്ല, സ്വാഭാവികമായിട്ട് മടങ്ങി വരും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. അവസാനം കത്ത് കിട്ടും. കത്ത് കിട്ടിയിട്ട് അതിന് വായിക്കാൻ അറിയില്ല. പക്ഷെ കത്ത് കിട്ടുമ്പോഴേക്കും അതിൻ്റെ കൈകളൊക്കെ ഇങ്ങനെ വിറച്ചു തുടങ്ങും. കാരണം അത് ആരാ അയച്ചതാണ്? പുതിയാപ്പിള അയച്ച കത്താണ്. കാരണം പുതിയാപ്പിളിനെ അത്രത്തോളം കുറേ ആയി കണ്ടിട്ട് അത്രക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ കത്തുമായിട്ട് അത് വായിക്കാൻ, ആ നാട്ടിൽ ചിലപ്പോൾ 1-2 ആൾക്കാരൊക്കെ ഇത് വായിക്കാൻ അറിയണുണ്ടാവും. അവരടുത്ത് ചെല്ലും, അവരിങ്ങനെ വായിച്ചു കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ വായിച്ചു കൊടുക്കുമ്പോൾ ഇവരിങ്ങനെ അതിൻ്റെ ആ ഒരു ഫീല് ഇവരെ മൊത്തം ശരീരത്തിൽ നമുക്ക് കാണാം. കണ്ണിന്ന് കണ്ണുനീരൊഴുകും, അവരുടെ രോമകൂപങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അതൊരു വല്ലാത്ത ഫീലാണ്. ഇതേ സാധനമാണ് ഖുർആനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഇദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറാ അയ്യുനഹും തഫീളു മിനദ്ദം മിമ്മാ അറഫു മിനൽ ഹഖ്. ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നത്, ആരെങ്കിലും പാരായണം ചെയ്യുന്നത് കേട്ടാൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരുടെ കണ്ണിന്ന് കണ്ണുനീരൊഴുകും. വേറൊരായത്തിൽ തക്ഷൈറു മിന്നു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബ്, അവരുടെ ഇങ്ങനെ തൊലികളൊക്കെ ഇങ്ങനെ എടുത്തുടിച്ചു നിൽക്കും, അല്ലെങ്കിൽ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറയാം. അപ്പൊ ഈ ഫീല് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വലിയ അറബി പണ്ഡിതന് മാത്രമേ ഖുർആന് ഫീല് ചെയ്യുള്ളൂ എന്നുള്ളത് ഒരു അബദ്ധമായ ധാരണയാണ്. ഫീല് ചെയ്യണമെങ്കിൽ അത് ഇനി നന്നായി അറബി അറിയുന്ന ഒരു സ്കോളർ ആണെങ്കിൽ പോലും അത് ഫീല് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആളോട് സ്നേഹം വേണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ആ കത്ത് എഴുതിയിട്ടുള്ള ആളോടുള്ള സമീപനമാണ് ആ കത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്ക് കാണുന്നത്. എന്ന് മാത്രമല്ല ആ കത്തൊക്കെ ശരിക്ക് സാധാരണ ഒരു കത്ത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുമില്ല, കണ്ടന്റ് ഇല്ല, കഴിഞ്ഞില്ല, അതായത് പുതുമയില്ലല്ലോ. അപ്പോൾ നമ്മൾ ശരിക്ക് ഖുർആൻ വായിച്ച സാധനം തന്നെ പിന്നെ വായിക്കുന്നില്ല. അപ്പോൾ ഈ കത്ത് തകരപ്പെട്ടിയിൽ എവിടെയെങ്കിലും ഒക്കെ എടുത്തിട്ട് ഭദ്രമായി സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് ഇങ്ങനെ നോക്കും. വായിക്കാൻ അറിയില്ലെങ്കിൽ പോലും അതെടുത്ത് ഇങ്ങനെ നോക്കും. അപ്പോഴും നേരത്തെ പറഞ്ഞ ഫീലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഖുർആൻ വായിക്കുന്നത്, അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ ആളുകൾ ആവർത്തിച്ച് വായിക്കുന്നത്, ഇനി ഒന്നും തിരിയാത്ത ആളുകൾ, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള വല്യമ്മമാരൊക്കെ ഇപ്പോഴും ഒരുപാട് തവണ ഖുർആൻ ഓതും. കാരണം അവരത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഓൾക്ക് അതിന്റെ അർത്ഥം ഒന്നും അറിയില്ല, ഓൾക്ക് അതിന്റെ കൂലി കിട്ടൂല എന്ന് പറയുന്നത് ഭൂലോക അബദ്ധമല്ലേ. അപ്പോൾ അങ്ങനെയല്ല ഖുർആനെ സമീപിക്കേണ്ടത്.